ഹായ് നമസ്കാരം. വനവാസി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഈ കവുങ്ങിൻ്റെ പാള ഉപയോഗിച്ച് കുറച്ച് സംഭവങ്ങൾ ഉണ്ടാക്കുന്ന പരിപാടിയാണ്. അപ്പോൾ പണ്ട് കാലങ്ങളിൽ തെങ്ങ് പോലെ തന്നെ കൽപ്പവൃക്ഷമാണുള്ള തെങ്ങ്. അപ്പോൾ തെങ്ങിൻ്റെ എല്ലാ സാധനങ്ങളും നമുക്ക് ഉപയോഗിക്കാം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ കവുങ്ങിൻ്റെ എല്ലാ സാധനങ്ങളും നമ്മൾ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അന്ന് ഈ കിണറ്റിൽ നിന്ന് വെള്ളം കോരാനായിട്ട് തൊട്ടി അങ്ങനെയുള്ള സാമഗ്രികളൊന്നും ഇല്ലാത്ത സമയങ്ങളിൽ വെള്ളം കൊണ്ടുപോകാനായിട്ട് ദൂര സ്ഥലങ്ങളിൽ നിന്ന് വെള്ളം ചുമന്നുകൊണ്ട് വരാനായിട്ട് ഒക്കെ പാള വെച്ചൊരു എന്താ പറയുന്നത് കുത്തുപാളയോ പോലൊരു സാധനം ഉണ്ടാക്കും. അത് പിന്നെ സാധനങ്ങളൊക്കെ മുളക്, ഇഞ്ചി, അങ്ങനെയുള്ള നമ്മൾ വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാനായിട്ട്, പൂപ്പൽ പിടിക്കാതൊക്കെ സൂക്ഷിച്ച് വെക്കാനായിട്ട് പാള കൊണ്ടൊരു കൊട്ട പോലൊരു സാധനം ഉണ്ടാക്കും. പിന്നെ മഴ പെയ്യുമ്പോൾ മഴക്കാലത്ത് ഇപ്പോഴല്ലേ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇതൊക്കെ വന്നത്. പണ്ട് കാലങ്ങളിൽ പാള വെച്ച് തന്നെ ചൂടി ഉണ്ടാക്കും. അപ്പം വേനൽക്കാലം ആയാലും നമുക്ക് ചൂടടിക്കില്ല. അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ പാള വെച്ച് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങനെ ഒരു കുറച്ച് ഐറ്റംസ്, ഒരു 2-3 സംഭവങ്ങളാണ് ഉണ്ടാക്കുന്ന സാധനങ്ങൾ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ വേനൽക്കാലം ആയതുകൊണ്ട് പാളയെല്ലാം ഇങ്ങനെ ഉണങ്ങി ചുരുണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വലിയ വലിപ്പം കൂടിയ പാള നോക്കി ഒരു കുറച്ച് പാള നമ്മൾ വെള്ളത്തിലിട്ടിട്ടുണ്ട് കുതിരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെടുത്തുകൊണ്ട് വന്നിട്ട് നമുക്കിന്ന് ആ സാധനങ്ങൾ ഉണ്ടാക്കുന്ന കാണാം. അപ്പോൾ നമ്മൾ പാളയുടെ തലയ്ക്ക് ഇങ്ങനെ കണ്ടിച്ച് റെഡിയാക്കി എടുക്കണം കേട്ടോ. നമുക്ക് അതിൻ്റെ പരിപാടികളൊന്നും അറിയത്തില്ല. അപ്പോൾ അമ്മയാണ് ഇതുണ്ടാക്കുന്നത്. ഇത് കുത്താനായിട്ട് ഈർക്കിലിയാണ് ഉപയോഗിക്കുന്നത്. ഈർക്കിലി വെച്ച് മടക്കി കുത്തിയാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പം എൻ്റെ 2 തലയ്ക്കും കുറച്ച് ലെവലായിട്ട് കണ്ടിച്ച് കളി. ഇതിപ്പം കുട്ടപ്പാളയല്ലേ മേ? ചെറുതായി വരാനായിട്ട് വെച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ വാവട്ടം ചെറുതായിട്ട് വരാൻ വേണ്ടിയിട്ട് അതിൻ്റെ സൈഡ് ഒരു ശകലം ഇങ്ങനെ എടുത്ത് കളയും കേട്ടോ. ഒരു സൈഡ് തലയ്ക്കും ഭാഗം, തലയ്ക്ക് ഭാഗത്തെ 2 സൈഡും കണ്ടിച്ച് കളയണം. നമ്മളതിനുള്ള ഈർക്കിലി ഇതേ ചീമ്പി റെഡിയാക്കി എടുക്കുക കേട്ടോ. മുഴുത്ത ഈർക്കിലിയുടെ ചോട് ഭാഗം മാത്രം. അപ്പം നമ്മളിത് ഈ ഈർക്കിലിയുടെ തലയ്ക്കാൻ വളഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കണേ, അല്ലെങ്കിൽ കുത്തുമ്പോൾ വളഞ്ഞു പോകും. പോരെ? ഇങ്ങനെ വെക്കണം. മേലെ വെച്ചിട്ട് ചെറുതായിട്ട് വട്ടം കുത്തണം. മുറിച്ച് ഇനി ഈ വട്ടം കുത്തിയതിൻ്റെ താഴെയായിട്ട് കുറച്ച് സ്ഥലം ഇട്ടിട്ട് അതിൻ്റെ താഴെ കുത്തി ഒടിച്ചെടുക്കണം. അങ്ങനെ കുത്തിയിട്ട് ഇത്
കുത്തി ഇങ്ങനെ ഈ മൂല ഇങ്ങനെ മടക്കി അതും കൂടെ കൂട്ടിയിട്ട് ഇങ്ങനെ മടക്കി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെ കഴിഞ്ഞു. ഉണങ്ങി കഴിയുമ്പോൾ ഇതിങ്ങോട്ട് ഇങ്ങനെ വരാതിരിക്കാനാണ് ഇതിങ്ങനെ കുത്തിയിരിക്കുന്നത്. ഇനി ഇവിടുന്ന് അതുപോലെ തന്നെ ഇങ്ങോട്ട് കുത്തണം. ഇതുപോലെ തന്നെയാണ് പാള ഇങ്ങനെ കുത്തിയെടുക്കുന്നത്. ഈ സൈഡും അതുപോലെ തന്നെ കുത്തി ഇങ്ങനെ മടക്കി ഇങ്ങനെ ആക്കി എടുക്കണം. അത് നമുക്ക് കുത്തി മടക്കി എടുക്കാം. ഇത് ഇനിയിപ്പം കുട്ടിപ്പാളയ്ക്ക് വള്ളി ഇടുന്നതിന് വേണ്ടിയിട്ട് ഇത് വള്ളി എന്ന് പറഞ്ഞാൽ കുഴ ഇങ്ങനെ തൂക്കി പിടിക്കാൻ വേണ്ടി അതിൻ്റെ ഈ തഴുങ്ങിൻ്റെ അകത്തുള്ള വള്ളി ഇങ്ങനെ വെട്ടി പൊളിച്ചെടുക്കുകയാണ്. അതുകൊണ്ട് ഈ വള്ളി ഇനി പൊളിച്ചെടുത്താണ് ഇത്. നമുക്ക് പഴക്ക് വള്ളി ഇടാം. വെച്ച് ഇങ്ങനെ ഒരു ഈ വട്ടം കുത്തിയിരിക്കുന്ന ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ആകുമ്പോഴത്തേനും ഒരു തുള കൊണ്ട് തിരിച്ചു പോയിക്കണം. തുളയിട്ട് കാത് കുത്തി പാളയുടെ കാത് കുത്തുക എന്ന് പറയും. ഇതേം തുളച്ച് ഈ പൊളിച്ചു വെച്ചിരിക്കുന്ന വള്ളി പിടിക്കാൻ കിട്ടില്ലേ? അപ്പം കുഴ ഇങ്ങനെ റെഡിയായി. പിന്നെ നമുക്ക് വെള്ളപ്പാള കിണറ്റിൽ നിന്ന് വെള്ളം കോരാനും ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ വെള്ളം കൊണ്ടുവരാനൊക്കെ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സാധനമാണ് വെള്ളപ്പാള എന്ന് പറയുന്നത്. ലിറ്റർ കണക്കിന് വെള്ളം കൊള്ളുന്ന വലിപ്പമുള്ള പാളയിലാണെങ്കിൽ ലിറ്റർ കണക്കിന് വെള്ളം കൊള്ളും. അപ്പൊ നമുക്കത് നോക്കാം. ഇതും കുട്ടിപ്പാള കുത്തുന്ന പോലെ തന്നെ ആദ്യമേ വട്ടം കുത്തണം. അപ്പൊ അതിന്റെ കുട്ടിപ്പാള കുത്തുന്ന പോലെ അല്ല, പാളയുടെ രണ്ട് സൈഡും ഇങ്ങനെ പുറത്തേക്ക് തന്നെയാണ് ഇരിക്കുന്നത്. മറ്റത് അങ്ങനെയല്ല, ഇങ്ങനെ കുട്ടിപ്പാളയുടെ ആ ഭാഗത്തേക്ക് ഇതിങ്ങനെ കഴിഞ്ഞ് ഇതിന്റെ നേരെ താഴോട്ട് തന്നെ സൈഡ് പോയാടാ ഇങ്ങനെ ഇരിക്കണം, നേരെ ലെവലേ ഇരിക്കണടാ ഇവിടെ ഇത് രണ്ടും. എന്നിട്ട് സൈഡിലേക്ക് ഇങ്ങനെ അപ്പൊ വെള്ളം ചോർന്നു പോകാതിരിക്കാൻ വേണ്ടിട്ട് അടുപ്പിച്ച് ആദ്യം കുത്തിയതിന്റെ നടു ഭാഗത്തുനിന്നായിട്ട് അടുത്ത് കുത്തണം. താഴെ അതിന്റെ മൂല ചേർത്ത് രണ്ടെണ്ണം കുത്തണം അല്ലെ, അടുപ്പിച്ച്. വെള്ളം കൂടെ ഇവിടെ കുത്തണം, വെള്ളം ചോർന്ന് പോകാതിരിക്കാനാണ്.
അപ്പോൾ നമ്മൾ കുട്ടുപ്പാള വെള്ളപ്പാള ഒക്കെ കുത്തി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് വെള്ളപ്പാള, ഇത് കുട്ടുപ്പാള ഇപ്പോൾ നമ്മൾ കുത്തിയത്. ഇത് ഇനി ഉണങ്ങിയെടുക്കാനായിട്ട് ഇതിനുള്ളിൽ നനവില്ലാത്ത മണ്ണോ അല്ലെങ്കിൽ മണലോ നിറയ്ക്കണം. നല്ല ടൈറ്റായിട്ട് നിറച്ചാലാണ് ഇതിൻ്റെ പള്ളയൊക്കെ വീർത്ത് സെറ്റായിട്ടിരിക്കുള്ളൂ. ഒരു 2-3 ദിവസം വെയിലത്ത് വെച്ച് നമ്മൾ ഉണങ്ങിയെടുക്കും. ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ വാ ശരിയാകാൻ വേണ്ടിയിട്ട് ഒരു ചിരട്ട ഇറക്കി വെക്കും. അപ്പോൾ അമ്മ കഴിഞ്ഞ ദിവസം ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതിനകത്ത് മണലാണ് നിറച്ചേക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ ഈ വാ റെഡിയാകാൻ വേണ്ടിയിട്ട് ചിരട്ട ഒരെണ്ണം വെക്കും. അപ്പോൾ ഇത് ഉണങ്ങി കഴിയുമ്പോൾ ഇങ്ങനെ തന്നെ ഇരിക്കും, വീർത്ത് തന്നെ സെറ്റായിട്ട്. എന്നിട്ട് നമ്മളൊരു ചിരട്ട വെച്ച് ഇതിൻ്റെ വാ അടച്ചും വെക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വീട്ടിലൊക്കെ ഇത് ഒരെണ്ണം ഉപയോഗിക്കുന്നുണ്ട്, സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനായിട്ട്. എങ്ങനത്തെ ഇതുണ്ടോ, ചെറുതാണ്, നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നത്. ഇതിനകത്തിപ്പോൾ നമ്മൾ കുരുമുളകും വേറെ എന്തോ തിപ്പിലി ഇട്ട് വെച്ചിട്ടുണ്ട്. കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ, ഇത് 2 വർഷമായിട്ട് ഇതിനകത്ത് ഇട്ട് വെച്ചേക്കുന്ന കുരുമുളകൊക്കെ 2 കൊല്ലം കഴിഞ്ഞാലും ഇങ്ങനെയാണ് ഇത്ര ഫ്രഷ് ആയിട്ടിരിക്കും. കാരണം ഇത് നമ്മൾ ഇട്ടിട്ട് ചിരട്ടയ്ക്ക് അടച്ച് അടുപ്പിന് തൊട്ട് മുകളിലായിട്ട് തൂക്കിയിട്ട് കഴിഞ്ഞാൽ പൂപ്പലോ അല്ലാതെ കുത്തം വീഴുവോ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. പണ്ടൊക്കെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. വലിയ വളയാണെങ്കിൽ ഇഷ്ടം പോലെ എന്തോരം സാധനം വേണമല്ലോ അതിനകത്ത് സൂക്ഷിച്ച് ഇങ്ങനെ വെക്കാം, വർഷങ്ങളോളം ഇരുന്നോളൂ. അപ്പോൾ ഇതാണ് കുട്ടുപ്പാള. പിന്നെ നമുക്ക് വെള്ളപ്പാളയുടെ ഉപയോഗം, നമുക്ക് വെള്ളം എടുത്ത് നോക്കാം. അതിനകത്ത് ലിറ്റർ പടി വെള്ളം കൊള്ളും. അപ്പോൾ നമുക്ക് വെള്ളം എടുത്തുകൊണ്ടിരാം ഇതിനകത്ത്. ഇപ്പം നമുക്ക് വെള്ളം കോരി നോക്കാം കേട്ടോ. നേരത്തെയൊക്കെ വെള്ളം ഇങ്ങനെ കോരിയിട്ട് ഇതുപോലെ 2-3 പാള ഇങ്ങനെ ഒരു കമ്പയിൽ ഇട്ട് അത് നിറച്ച് വെള്ളമായിട്ടാണ് പോകുന്നത്. അതെ, നമ്മുടെ കൂട്ടുകാരനൊരു തൊപ്പിപ്പാള ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു ഒരെണ്ണത്തിനകത്ത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെ പാള കൊണ്ടുള്ള വേറെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കുന്ന അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.